തീരദേശ പാതയെ ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന പെരുമാതുറ മാടൻവിള പാലം അപകടാവസ്ഥയിൽ. കഠിനംകുളം കായലിന് കുറുകെയുള്ള പാലത്തിന്റെ അടിയിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് തള്ളിയ അവസ്ഥയിലാണ്. കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് 5 വർഷമായി. പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ചിറയൻകീഴ്, അഴൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് 30 വർഷം പഴക്കമുണ്ട്. അരുൺ സോളമനുണ്ട് ഇപ്പോൾ സംഭവ സ്ഥലത്ത്. അരുൺ ഇപ്പോൾ നിൽക്കുന്നത് ഈ മാടൻവിള പാലത്തിനടുത്താണെന്ന് തോന്നുന്നു. 30 വർഷം പഴക്കമുള്ള പാലമാണ്. ഗുജറാത്തിലൊരു പാലം പൊളിഞ്ഞു വീണത് കണ്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എന്താണ് ഈ പാലത്തിന് സംഭവിച്ചത്? അരുൺ, കഴിഞ്ഞ 30 വർഷം പഴക്കമുള്ള ഒരു പാലമാണ്. 2 പഞ്ചായത്തുകളെ, പ്രധാനമായിട്ടും ചിറയൻകീഴ്, അഴൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്തരത്തിൽ ഈ പാലത്തിന്റെ അനാസ്ഥ നാട്ടുകാർ നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിനെ അടക്കം പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഇതിന്റെ സൈൻ ബോർഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അഴൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെയും അവസാനവും തുടക്കവും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ പാലം ഇരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ പാലത്തിന്റെ ദുരവസ്ഥ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. വലിയ ഇതിന്റെ അകത്തുള്ള മുഴുവൻ കമ്പികളും ദ്രവിച്ച് പുറത്തേക്ക് വന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഠിനകുളം കായൽ എന്ന് പറയുമ്പോൾ മുതലപ്പൊഴി എന്ന് പറയുന്ന പൊഴിയിലേക്ക് വന്നിറങ്ങുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കഠിനകുളം കായൽ. ഈ കായലിന്റെ കുറുകെ കൂടിയാണ് ഈ പാലം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. നാട്ടുകാർ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കാരണം നിരവധി തവണ പറഞ്ഞു, ഇനി ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടുതലായിട്ട് സ്കൂൾ ബസ്സുകൾ, ഇത് കേവലം 2 പഞ്ചായത്തുകൾ മാത്രമല്ല, കഠിനകുളമുണ്ട്, അതിനു പുറമെ കടക്കാവൂരുണ്ട്, ആറ്റിങ്ങൽ ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട തീരദേശ ഹൈവേയിലുള്ള ഒരു പാലം കൂടിയാണ്. ഇവിടെയാണ് അരുൺ, ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ദൃശ്യങ്ങൾ വളരെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ നിരവധി തവണ പറഞ്ഞ് പലപ്പോഴും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ ഭാഗത്തൊന്നും ജനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ വന്നു നോക്കുമ്പോഴും പലപ്പോഴും അധികൃതർ ഈ ഭാഗത്ത് വരുന്നില്ല. ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിന്റെ മുഴുവൻ കമ്പികളും കോൺക്രീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് കമ്പികൾ പുറത്തേക്ക് വന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് നിലവിലെ ഇവിടുത്തെ അവസ്ഥ. ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ഈ ഒരു അവസ്ഥയാണ് നിലവിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, നമ്മുടെ നാട്ടുകാർ കൂടിയുണ്ട്. നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിലൂടെ ഒന്ന് പോകണം. ഓക്കെ, ഒരു നിമിഷം. നമുക്കൊപ്പം ചേരുന്ന ഒരു ചിറയൻകീഴ് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ശ്രീ വാഹിദ്. നമസ്കാരം. പാലം അപകടത്തിലാണല്ലോ അല്ലേ? പാലം അപകടത്തില് എന്ന് പറയാനായിട്ട് അതിന്റെ കമ്പികളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അത് കുറെ നാളായിട്ട് അങ്ങനെ ആയിരുന്നു. അതിനുശേഷവും ഈ മുതലപ്പുഴയിലേക്കുള്ള പാറകളും മറ്റുമൊക്കെ അതിലെയാണ് വണ്ടിയിൽ പോയിട്ടുള്ളത്. അപ്പൊ ഇത് ഈ പാലം ഇടിഞ്ഞു വീഴുവോ? ഇനി അതിൽ ബലപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോന്ന് തോന്നുന്നില്ല. ഇതിപ്പോ കൊല്ലം കുറെ ആയി ഈ പാലം നിർമ്മാണം നടന്നിട്ട്. പക്ഷെ ആ നിർമ്മാണത്തിൽ തന്നെ കുറെ അപാകതകൾ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ജനങ്ങള് ബുദ്ധിമുട്ട് അനുഭവിച്ച് അവിടെ കായലിനകത്തി ബണ്ടിട്ടിരുന്ന് അവസാനം പിന്നെ എങ്ങനെയെങ്കിലും ഈ എടുത്ത കോൺട്രാക്ട് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയിലെത്തിക്ക് നാട്ടുകാർ എത്തിച്ചേർന്ന് അങ്ങനെ ചെയ്തൊരു പാലമാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റിയ? അത് പൊളിച്ച് പുതിയ പാലം ചെയ്യലായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അതിന് PWD തന്നെ ചെയ്യേണ്ടി വരില്ലേ? PWD തന്നെ ചെയ്യേണ്ടി വരില്ലേ? PWD തന്നെ ചെയ്യണോ? അല്ലാതെ അത് വേറെ പഞ്ചായത്തിനോ മറ്റോ ഒന്നും ചെയ്യാൻ പറ്റുന്ന പാലമല്ല. PWD റോഡാണല്ലേ? അതെ, PWD റോഡാണ്. അഴൂര് പെരുമാതുറ PWD റോഡാണ്. നിലവിൽ ആശങ്കയുണ്ടോ വാഹിദ്? ആശങ്ക ഉണ്ടോന്ന് കമ്പികളൊക്കെ വെളിയിലായിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞതാണ് ഇതിന്റെ സ്ഥിതി. ഇനിയിപ്പോ അവിടെ 177 കോടി രൂപയുടെ പദ്ധതി ഗവൺമെന്റ് 31-ാം തീയതി മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിലെ പാറ കൊണ്ടുവരുന്നതിനുള്ള വഴി ഇതാണ്. ഓക്കെ, മനസ്സിലായി. നമുക്കിപ്പം അരുൺ സോളമനുണ്ട്. അരുൺ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും കമ്പിയൊക്കെ പുറത്ത് ചാടി നിൽക്കുകയാണ്. അതുവഴി പാറ കൊണ്ടുവരുന്ന ടിപ്പർ ലോറികളൊക്കെ അതുവഴി കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ പാലം മാറ്റിപ്പണിയണം എന്നുള്ളതാണ്. PWD ആണല്ലോ അത് ചെയ്യേണ്ടത്. നാട്ടുകാരുടെ അഭിപ്രായം എന്താണ് അരുൺ? അതുകൊണ്ട് നമുക്കൊപ്പം ഈ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. ചേട്ടാ, കഴിഞ്ഞ തവണ ഒരുപാട് തവണ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചതല്ലേ ഈ വിഷയം? നമ്മൾ നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളെ ബന്ധപ്പെട്ട് ഈ വിഷയം പരാതി ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ പാലത്തിന്റെ കമ്പി മൊത്തം പൊട്ടി പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയാണ്.
ഒരു ലോറിക്ക് താങ്ങാവുന്നതിലപ്പുറം അമിതഭാരവുമായി നൂറുകണക്കിന് ലോറിയാണ് പൊഴിയിലുള്ള അദാനിയുടെ വാർഫിലേക്ക് നിരന്തരമായി പോയിക്കൊണ്ടിരുന്നത്. അത് കാരണമായിട്ടാണ് ഈ റോഡും ഈ ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ഈ പ്രധാനപ്പെട്ട റോഡാണ്. നൂറുകണക്കിന് സ്കൂൾ ബസ് ഈ പ്രധാനമായും താലൂക്ക് ഹോസ്പിറ്റൽ അടക്കം ഈ പ്രധാനപ്പെട്ട റോഡാണ്. ഈ കമ്പിയൊക്കെ ഇങ്ങനെ തള്ളി പുറത്തോട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്ക വരാനുള്ള സാധ്യതയുണ്ട്. സ്കൂൾ ബസ്സൊക്കെ പോകുന്നതാണ്. വലിയ ടിപ്പർ ലോറികൾ ഈ പാറക്കല്ലുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇടിഞ്ഞു വീണാൽ ആര് സമാധാനം പറയും എന്നുള്ളതാണ് ചോദ്യം.